ഏതൊക്കെ വില്ലേജുകളാണ് ഇനി പരിസ്ഥിതി ലോല പ്രദേശങ്ങളാകുന്നത്? ഈ മാസം അവസാനം കേന്ദ്രത്തിന് സംസ്ഥാനം സമർപ്പിക്കാൻ പോകുന്ന ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ഇതാ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ് ന്യൂസ് മലയാളം. പശ്ചിമഘട്ടത്തിലെ 131 വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചിരുന്നത് കേരളം കണക്കെടുത്തപ്പോൾ 98ആയി കുറഞ്ഞിട്ടുണ്ട്. ഒഴിവായത് 33 വില്ലേജുകളാണ്. ചതുരശ്ര കിലോമീറ്ററിൽ അളന്നാൽ 9,993 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു നേരത്തെ പരിസ്ഥിതി ലോല പ്രദേശമെങ്കിൽ ഇപ്പോൾ അത് 8,711 ചതുരശ്ര കിലോമീറ്ററായി കുറയും. ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിലും അത് ഏതൊക്കെ വില്ലേജുകളാണെന്ന് പുറത്തു വന്നിരുന്നില്ല. സ്പോട്ട്ലൈറ്റ്സ് ആരംഭിക്കുന്നു. ആറളം മുതൽ വെള്ളറട വരെ പരിസ്ഥിതി ലോല കേരളം. വടക്ക് കണ്ണൂർ ജില്ലയിലെ ആറളമാണ് കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ തുടക്കം. തെക്കാവട്ടെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ അവസാനിക്കുന്നു. ഇതിനിടയിൽ പാലക്കാട് ഭാഗത്ത് ചെറിയൊരു വിടവൊഴിച്ചാൽ ഏറെക്കുറെ പുതിയ മാപ്പിൽ വലിയ തുടർച്ചയുണ്ട്. വനം പരിസ്ഥിതി മന്ത്രാലയം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് വയനാട് ഉരുൾപൊട്ടലിന് പിറ്റേന്നായിരുന്നു. കേരളം അതിശക്തമായി പ്രതിഷേധിച്ചതോടെ പുതിയ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് അനുസരിച്ചാണ് 98 വില്ലേജുകളുടെ പുതുക്കിയ മാപ്പ് സംസ്ഥാനം തയ്യാറാക്കിയത്. വലിയ ടൗൺഷിപ്പുകളുടെ നിർമ്മാണം, ക്വാറികളുടെ പ്രവർത്തനം, മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ, ഇവയ്ക്കൊക്കെയാണ് നിയന്ത്രണം. ഇനി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് ഉയര നിയന്ത്രണവും ഉണ്ടാകും. പക്ഷേ ഒരാളെ പോലും കുടിയൊഴിപ്പിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇനി ആ വില്ലേജുകൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് കാണാം. ഇതാ ഏറ്റവും മുകളിൽ കണ്ണൂർ ജില്ലയിലെ ആറളം വില്ലേജ്. അത് നേരത്തെയും പരിസ്ഥിതി ലോല പ്രദേശം തന്നെയായിരുന്നു. അവിടെ കൂടുതൽ പ്രദേശങ്ങൾ പുതിയ നിയന്ത്രണത്തിൽ വരും. പിന്നെ കൊട്ടിയൂർ, തിരുനെല്ലി, തോൽപ്പെട്ടി, കാട്ടിക്കുളം, പെരിയ, ശേഷം കണ്ണവം, ചെറുവാഞ്ചേരി, തിനൂർ, കാവിലുംപാറ, ആലാറ്റിൽ, ഇങ്ങനെ പോകുന്നു വടക്കു നിന്നുള്ള പരിസ്ഥിതി ലോല വില്ലേജുകൾ. താമരശ്ശേരി മുതലുള്ള മേഖലകൾ എടുത്താൽ പൂനൂരും ഇങ്ങാപ്പുഴയും അടിവാരവും തിരുമ്പാടിയും മുക്കവും നേരത്തെ തന്നെ ലോല മേഖലകളാണ്. ചുണ്ടേലും വൈത്തിരിയും ഒക്കെ ഉൾപ്പെടുന്ന അതിലേക്ക് ഇപ്പോ മേപ്പാടിയും ചൂരൽമലയും ചെമ്പ്ര കൊടുമുടിയും ഒക്കെ വന്നു ചേരുന്നുണ്ട്. മുണ്ടേരിയും പോത്തുകല്ലും എരുമമുണ്ടയും എടക്കരയും വഴിക്കടവും ചുങ്കത്തറയും കരുളായിയും പൂക്കോട്ടും പാടവും ഒക്കെയുണ്ട്. തോക്കാടും കാളികാവും കരുവാരക്കുണ്ടും പടവയലും തവലവും അകളിയും കോട്ടത്തറയും പിന്നാലെ വരുന്നു. അവിടെ തരിയോടും ചേരുകയാണ്. പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട്, പുതുപ്പരിയാരം വില്ലേജിന്റെ ഭാഗങ്ങൾ മലമ്പുഴ വാളയാറും കടന്ന് പുതുശ്ശേരി ഈസ്റ്റ് വരെയാണ് ഈ മേഖലയിൽ വരുന്നത്. പുതുശ്ശേരി കഴിഞ്ഞാൽ പിന്നെ ഒരു വിടവുണ്ട്. നെല്ലിയാമ്പതിക്കപ്പുറം മുതലമട 2 നിന്നാണ് അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. നെല്ലിയാമ്പതി, പാലപ്പള്ളി, ചോളയാർ റിസർവ് വനങ്ങൾ കടന്ന് ഇടമലയാറിലേക്ക്, പിന്നെ ആനമുടി, മൂന്നാർ, അടിമാലി, പള്ളിവാസൽ, കാന്തല്ലൂർ എന്നിങ്ങനെയാണ് അത് നീണ്ടുവരുന്നത്. മൂന്നാർ പൂർണ്ണമായും പരിസ്ഥിതി ലോല മേഖലയിലാണ് വരുന്നത്. മൂന്നാറിനടുത്ത് സൂര്യനെല്ലി, അത് കഴിഞ്ഞാൽ രാജാക്കാട്, പൂപ്പാറ, നെടുങ്കണ്ടം, അയ്യപ്പൻ കോവിൽ, അണക്കര, കുമളി, കട്ടപ്പന, കുട്ടിക്കാനം. അത് കഴിഞ്ഞാൽ വാഗമൺ വരും. ഈരാറ്റുപേട്ട മുതൽ ശബരിമല വരെയും നിലയ്ക്കലും വരെ ഈ പരിസ്ഥിതി ലോല മേഖലയിൽ പെടുന്നുണ്ട്. ഇതിൽ നിരവധി മേഖലകൾ കേന്ദ്ര സർക്കാർ പുതുതായി കൂട്ടിച്ചേർത്തവയാണ്. അവയിൽ ചിലത് സംസ്ഥാനം ഒഴിവാക്കിയിട്ടുമുണ്ട്. റാന്നി, കോന്നി, വടശ്ശേരിക്കര, ചിറ്റാർ, പത്തനാപുരം മുതൽ പുനലൂർ വരെയാണ് പത്തനംതിട്ട ജില്ലയിൽ കടന്നു പോകുന്നത്. പുനലൂരിൽ നിന്ന് തെന്മലയും കുളത്തൂപ്പുഴയും പൊന്മുടിയും, അതിനുശേഷം അഗസ്ത്യമല പൂർണ്ണമായും. വെള്ളറടയ്ക്കടുത്ത് അമ്പൂരിയാണ് തെക്ക് അവസാനിക്കുന്ന പരിസ്ഥിതി ലോല വില്ലേജ്. അതിനിടെ കള്ളിക്കാട്, മണ്ണൂർക്കര, വഴിച്ചാൽ, വിതുര, തെന്നൂർ വില്ലേജുകളുടെ ഭാഗങ്ങളുമുണ്ട്. 38,800 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ആകെ വിസ്തീർണം. അതിൽ ഏതാണ്ട് 1/5 ഈ റിപ്പോർട്ട് അനുസരിച്ച് പരിസ്ഥിതി ലോല മേഖലയാണ്. 8,711 ചതുരശ്ര കിലോമീറ്റർ സംരക്ഷിക്കേണ്ട പ്രദേശമാകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ വ്യത്യാസമുണ്ട്. കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പതിറ്റാണ്ടുകളായി ജനവാസമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ മാപ്പ് കടന്നു പോകുന്നത് വനപ്രദേശങ്ങളിലൂടെയാണ് ഏറെയും. കേരളത്തിൽ മനുഷ്യർ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർ കൂടി ഉൾപ്പെടുന്നതാണ് പരിസ്ഥിതി ലോല മേഖല എന്നുകൂടിയാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഈ മനുഷ്യർ കൂടി ഉൾപ്പെടുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കാനാകണം നടപ്പാക്കുന്ന ഓരോ പദ്ധതികളും.
ഭൂമിക്ക് ആഘാതമുണ്ടാക്കുന്ന വൻകിട പദ്ധതികളൊന്നും പ്രദേശത്ത് വരുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ നിത്യജീവിതത്തിൽ ഉദ്യോഗസ്ഥർ ഇടപെടുന്ന സ്ഥിതിയും ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും